ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഒന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തിടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉസ്താദിൻ്റെ ചിലവായിരുന്നു, അപ്പം പിന്നെ ഒന്നും പറയണ്ട, ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് കറിയാക്കി, നെയ്പ്പത്തിൽ ചുട്ടു, രാത്രിക്കേക്കുള്ളതൊക്കെ പിന്നെ എല്ലാം തലേന്നേ ആക്കി വെച്ചു കേട്ടോ. പിന്നെ ദോശയും നെയ്പ്പത്തിലും ആക്കി കേട്ടോ. ദോശയും നെയ്പ്പത്തിലും ആക്കി രാവിലെ ഗ്രീൻ പീസ് കറിയും ബീഫ് കറിയും വെച്ച് കേട്ടോ. ഇത് വന്നിട്ട് ആരോ പോകുന്നുണ്ടല്ലോ മുറ്റത്ത് കൂടെ, ആരാ അറിയില്ല. ഇത് വന്നിട്ട് പിന്നെ ബീഫൊക്കെ ഞാൻ തലേ ദിവസം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ അതും ഉണ്ടാക്കി വെച്ചു. പിന്നെ വന്നിട്ട് എന്താ പറയേണ്ടത് വെച്ചാൽ, ഞാൻ അപ്പം തന്നെ ചായയും വെച്ചു, ചായ കുടിച്ചു. പിന്നെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി നെയ്പ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണയൊക്കെ സെറ്റ് ചെയ്തു, എണ്ണയൊക്കെ വെച്ചു. പിന്നെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കേട്ടോ. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാണ് ഇടുന്നത്. അതെന്താ വെച്ചാൽ ചില ആൾ കടുക് ഇട്ടിട്ട് ബീഫ് വെക്കുന്നതാണ്, പക്ഷെ ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ വറുത്തിട്ടാണ് ഇടുന്നത്. അത് ഇട്ടാലും നല്ല രസമുണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കുക്കിംഗ് വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട്, എല്ലാ കറി കാണണേ. പിന്നെ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളതൊക്കെ ചെയ്യാൻ, വേറെ ആരും ഇല്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്, അല്ലാതെ ആരുമില്ല. പിന്നെ എന്താ പറയുക, ഗ്രീൻ പീസ് അങ്ങനെ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് നല്ലോണം താളിച്ച് വെച്ച്. ഇനിയിപ്പം നെയ്പ്പത്തിൽ ചുടുന്നത്, ഞാൻ നെയ്പ്പത്തിൽ ചുട്ടാൽ എപ്പോഴും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയും കൊണ്ടാണെങ്കിൽ ശരിയാവില്ല കേട്ടോ. എനിക്ക് ശരിയാവില്ല, ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് വന്നിട്ട് റേഷൻ അരിയാണ്. അത് എങ്ങനെ വെച്ചാൽ എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ. നമ്മൾ റേഷൻ അരി ഇട്ട് വെച്ചാൽ എണ്ണ തീരെ കുടിക്കില്ല, നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും. നല്ല കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ നെയ്പ്പത്തിൽ വാങ്ങുമ്പോൾ കാണാം ആ പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ എണ്ണ. പിന്നെ ദോശയും ചുട്ടു കേട്ടോ. അതെന്താ വെച്ചാൽ രാവിലെ അവർക്ക് ആരെങ്കിലും ഈ എണ്ണ പലഹാരം കഴിക്കാത്തവരൊക്കെ കാണും. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ ദോശയും കൂടി സെറ്റ് ചെയ്താക്കിയത്. പിന്നെ എനിക്ക് പാത്രം എടുത്തിട്ട് കൊണ്ടുവന്ന്, അപ്പം പിന്നെ ഗ്രീൻ പീസ് കറിക്ക് എരിവൊന്നുമില്ല കേട്ടോ. അത് 2 കറി ഇങ്ങനെ എരിവിൽ കൊടുക്കുക വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എരിവില്ലാണ്ടാക്കിയതാണ്. ബീഫിന് കുറച്ച് എരിവ് ഇട്ടിട്ടോ, മുളകും ഇതൊക്കെ നന്നായിട്ട് കുക്കറിലിട്ട് കുഴച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചതിന് ശേഷം തൂമിച്ചതാണ് കേട്ടോ. തൂമിച്ച് വറവിട്ട് അങ്ങനെ കുറേ പേര് പറയും. പിന്നെ എല്ലാം 6 പാത്രം ഉണ്ടായി. 6 എണ്ണത്തിലും പിന്നെ ഈ സാധനങ്ങൾ വെച്ചിന്. രാവിലത്തത് മാത്രം കേട്ടോ. 2ൽ കറി, 4 എണ്ണത്തിൽ കടിയാക്കിയിട്ട് വെച്ച്. ഭയങ്കര തലവേദന എനിക്ക്. 2ൽ കറിയും 2ൽ കടിയും ആക്കി വെച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കി. അങ്ങനെ എന്താക്കി, ചായ സ്ട്രോങ്ങുള്ള ഒരു 4-5 ഗ്ലാസ് ചായയും കൂടി ഫ്ലാസ്കിൽ ഒഴിച്ചു കേട്ടോ. 3 ആളേ ഉള്ളൂ, പക്ഷെ ഞാനങ്ങനെ ഒഴിച്ചത് മാത്രം. ഇത് ഞാൻ കൂന്തൽ വാങ്ങിക്കൊണ്ട് വെച്ചതാണ്. നല്ല വലുപ്പമുണ്ട്, അതായത് നമ്മളെ ഒരു കൈയിൻ്റെ മുട്ട് വരെ ഇത് വലുപ്പമുണ്ട് കേട്ടോ. അത്രയും വലിയ കൂന്തലാണ്, പക്ഷെ നല്ല ഇങ്ങനെ ഇറച്ചിയുള്ള. ഇപ്പോഴും തീർത്താൽ തീരാത്തൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇതിനകത്ത് നിന്നാണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കിട്ടും കേട്ടോ. ഇതെന്ത് സംഭവം എന്നറിയുന്നില്ല. ഞാൻ ഈ മീനിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇങ്ങനൊരു പ്ലാസ്റ്റിക് സാധനം വന്നിരിക്കുന്നത്? വായ്പുണ്ണായിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല. ഇതെങ്ങനെ ആയിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത് വിചാരിക്കും ഞാൻ. അങ്ങനെ വന്നിട്ട് കൂന്തളൊക്കെ ക്ലീനാക്കി വെച്ചു. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടല്ലോ, ഉണക്കമീൻ കഴുകാണ്ട് ക്ലീൻ ചെയ്യാതെ അത് വറുത്തെടുത്തു എന്നും പറഞ്ഞിട്ട് കമൻ്റൊക്കെ കണ്ടിനായിരുന്നു. ഉണക്ക മുള്ളനൊക്കെ അങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഈ നാട്ടുകളിലെ ഏകദേശം ആൾക്കാർ, ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ്. മുള്ളനൊന്നും നമുക്ക് മുറിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഉറപ്പായിരിക്കും അത്. പിന്നെ തെരണ്ടി, സ്രാവ് അതൊക്കെ നമ്മൾ മുറിക്കും കേട്ടോ. മത്തിയെല്ലാം മുറിക്കും, മാന്തൾ അതൊക്കെ മുറിക്കും. ഈ മുള്ളൻ ഭയങ്കര ഉറപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാനത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇതാവുക. അങ്ങനെ ഞാൻ വറുത്തിട്ട് അതിനെ പറ്റി 2-3 കമൻറ്റ് ഞാനങ്ങനെ കണ്ടു. വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഇല്ല കേട്ടോ, അതങ്ങനെ പിന്നെ അങ്ങനെയാണ് പൊതുവെ ഇവിടെ എല്ലാവരും വറുക്കുന്നത്. ഞാനും കണ്ടെടുത്തോളം അങ്ങനെയാണ്. ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തു, അത്ര തന്നെ. പിന്നെ
കൂന്തൽ നന്നായിട്ട് ഫ്രൈ ആക്കി. കൂന്തൽ ഫ്രൈ ആക്കി പറഞ്ഞാൽ ഉള്ളിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ആദ്യം ഒരു ഗ്രേവി പോലെ ആക്കി. അതിലിട്ടാലൊന്നും കൂന്തൽ വേവില്ല. ഞാൻ എന്താ പണിയെന്ന് പറയാം, എനിക്ക് സമയം ഉണ്ടായില്ല, 12:30 ആയിട്ടുണ്ടായി. അപ്പോഴേക്കും കൂന്തൽ കുക്കർ വിസിലടിച്ച്. അങ്ങനെ ചോറൊക്കെ സെറ്റ് ചെയ്ത് ചോറൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പം ഞാൻ പോയിരുന്നു ചോറ് വയ്ക്കുകയാണ്. വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി. രാത്രിക്കത്തെ വീഡിയോ ഞാൻ വേറെ ഇട്ടു കേട്ടോ, ഫുള്ള് കാണണേ.